السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ദാറുൽ ഇഫ്തായിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്കാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ മറുപടി സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, റമദാൻ മാസം നോമ്പ് ഖളാ വീട്ടാൻ ബാക്കിയുള്ള ആൾക്കാർ, റമദാനിൽ ചില കാരണങ്ങളാൽ നോമ്പെടുക്കാൻ സാധിക്കാതെ വരികയും അങ്ങനെ അത് ബാക്കിയായിരിക്കുകയും ചെയ്ത അവസ്ഥയിൽ ശവ്വാലിൻ്റെ 6 നോമ്പെടുക്കൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം. ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണ എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. റമദാനിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ റമദാനിൻ്റെ നോമ്പ് ബാക്കിയുണ്ടാവും, 10 അതല്ലെങ്കിൽ 5 7 നോമ്പ് ബാക്കിയിരിക്കെ റമദാൻ പൂർത്തിയാകുകയും അത് ഖളാ വീട്ടുന്നതിന് മുമ്പ് ശവ്വാലിൻ്റെ 6 നോമ്പെടുക്കൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 കാരണത്താൽ റമദാനിൻ്റെ നോമ്പ് ബാക്കിയുള്ള ആൾക്കാർ ശവ്വാലിൻ്റെ 6 നോമ്പ് എടുക്കാൻ പാടില്ല, ആ നോമ്പ് ഖളാ വീട്ടാതെ. അപ്പം ആദ്യം റമദാനിൻ്റെ നോമ്പുകൾ ഖളാ വീട്ടുക, അതിനുശേഷം ശവ്വാലിൻ്റെ 6 നോമ്പ് എടുക്കുക. അതിന് കാരണം, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ. അങ്ങനെയാണെങ്കിൽ 1 വർഷം നോമ്പെടുത്ത കൂലിയാണ്. ഒരാൾ റമദാൻ മാസം നോമ്പെടുക്കുകയും അതിനെ തുടർന്ന് ശവ്വാലിൻ്റെ 6 നോമ്പെടുക്കുകയും ചെയ്താൽ 1 വർഷം നോമ്പെടുത്ത കൂലിയാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരാൾ റമദാൻ്റെ നോമ്പെടുക്കണം, നോമ്പ് പൂർത്തിയാക്കണം. റമദാൻ എത്ര നോമ്പാ, അത് പൂർത്തിയാക്കണം. എന്നിട്ട് അതിനെ തുടർന്ന് ശവ്വാലിൻ്റെ 6 നോമ്പെടുക്കണം എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പം റമദാനിൻ്റെ നോമ്പ് ബാക്കിയുള്ളവർ, റമദാൻ പൂർത്തിയായിട്ടില്ല, ആ നോമ്പ് ബാക്കിയാണ്, ആ നോമ്പ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശവ്വാലിൻ്റെ 6 നോമ്പ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ഫദ്ല് ലഭിക്കുകയുള്ളൂ. മറ്റൊരു രൂപത്തിൽ നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദൈനുല്ലാഹി അഹഖു ബിൽ വഫ. അള്ളാഹുവിനോടുള്ള കടമാണ് വീട്ടപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. അപ്പോൾ ഫർള് നോമ്പ് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള കടാണ്, അത് ബാക്കിയാണ്. ഫർള് ബാക്കിയിരിക്കെ സുന്നത്ത് കൊടുക്കുന്നതിൽ പ്രസക്തിയില്ല. അപ്പം ആദ്യം കൊടുക്കേണ്ടത് ഫർളാണ്, അതിന് ശേഷമാണ് സുന്നത്ത് കൊടുക്കേണ്ടത്. അപ്പം റമദാനിൻ്റെ ഫർള് നോമ്പ് ആദ്യം ഖളാ വീട്ടുക, അതിന് ശേഷം ശവ്വാലിൻ്റെ 6 സുന്നത്ത് നോമ്പുകൾ എടുക്കുക. കാരണം ശവ്വാലിൻ്റെ നോമ്പ് സുന്നത്താണ്, റമദാനിൻ്റെ നോമ്പ് ഫർളാണ്. ഫർള് കൊടുക്കലാണ് ഏറ്റവും അർഹമായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ സാധാരണ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നൽകുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും. اسمع كلام محقق في قوله لا ينثني عنه ولا